JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ ജനാർദ്ദനൻ പിള്ള. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന 1201 പുതുവർഷം ആരംഭിക്കുമ്പോൾ വരുന്ന ചിങ്ങമാസത്തിലെ ഇടവം രാശിയിൽ ജനിച്ചവരും ഇടവൻ രാശിക്കൂറുകാരായ ആൾക്കാരുടെയും കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി മകയിരത്തിൻ്റെ 1, 2 പാദങ്ങളിൽ ജനിച്ചവരും ഇടവം രാശിക്കാരുമായിട്ടുള്ളവരുടെ ആഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ചിങ്ങമാസത്തെ ഫലമാണ് പറയുന്നത്. ഇടവൻ രാശിയുടെ ജന്മരാശാധിപനായ ശുക്രൻ ബന്ധരാശിയായ മിഥുനത്തിൽ നിൽക്കുന്നു. ആഗസ്റ്റ് 20 മുതൽ ശത്രുരാശിയായ കർക്കിടകത്തിലേക്ക് വരുന്നു. സെപ്റ്റംബർ 14 മുതൽ വീണ്ടും ചിങ്ങൻ രാശിയിലേക്ക് വരുന്നു. ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്ന ഒരു മാസമാണ്. 2ാം ഭാവത്തിൽ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവത്തിൽ മിഥുനത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ മിഥുനൻ രാശി ശുക്രന്റെ ബന്ധരാശിയാണ്. അപ്പം ധനപരമായ കാര്യത്തിൽ വളരെയേറെ ഗുണമുണ്ടാകാം. ശുക്രൻ നിങ്ങൾക്ക് അനുകൂലമായി ജാതകത്തിലുള്ളവരാണെങ്കിൽ തീർച്ചയായും സാമ്പത്തികമായ ഗുണങ്ങൾ, അതുപോലെ കുടുംബപരമായ ഉയർച്ച. 2ാം ഭാവം എന്ന് പറയുമ്പം ധനം, കുടുംബം, വാക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ സാമ്പത്തികമായ ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരാം. കുടുംബപരമായ ഒരു ഐക്യവും ഒരുമയും ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരവസരം വരാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴും ആ വാക്കിനൊന്നും വലിയ വിലയൊന്നും കൽപ്പിക്കാതിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ 2ാം ഭാവത്തിലെ വരവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ മനോഹരമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനും പറയാനും ഒക്കെ ഉള്ള ഒരു ശേഷിയും വിശ്വാസ്യതയും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില മംഗളകർമ്മങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ബന്ധുക്കൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് സന്തോഷിക്കാനുള്ള ചില അവസരങ്ങൾ, അതുപോലെ മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നുന്ന വിധത്തിൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുക, മറ്റുള്ളവരുടെ കാര്യം കേട്ട് അവർക്ക് വേണ്ടുന്ന നല്ല ഉപദേശങ്ങൾ കൊടുക്കാനുള്ള കഴിവ്, ഇതെല്ലാം തന്നെ ഈ 2ാം ഭാവത്തിൽ നിന്നുണ്ടാവും. മിഥുനത്തിലെ ശുക്രൻ, മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ ബുധന്റെ രാശിയാണ്. ശുക്രനും ബുധനും കൂടി യോജിക്കുന്നത് കൊണ്ട് കലാപരമായ സാഹിത്യപരമായ കഴിവുകളെ, ഇപ്പൊ സംഗീതം, നൃത്തം, സാഹിത്യം, അഭിനയം, ഇങ്ങനെയൊക്കെ ഏത് തരത്തിലായാലും, അതുപോലെ കലാപരമായ കഴിവ്, ശില്പികള്, ഇതെല്ലാം തന്നെ ഇതിനെ സൂചിപ്പിക്കുന്നതാണ്. അത്തരത്തിലുള്ള കഴിവുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു സമയമാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ കഴിവുകളെ ജനങ്ങൾ അംഗീകരിക്കാനും അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം ലഭിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം കൂടി ഉണ്ടാകും. ചിലരെ സംബന്ധിച്ച് ഇപ്പം ബുധനും ശുക്രനും ഒക്കെ വളരെ നല്ല രീതിയിലൊക്കെ ജാതകത്തിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രസിദ്ധി നേടാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ചിങ്ങമാസം. 2ലെ ശുക്രൻ ധനധാന്യ സമൃദ്ധി, വസ്ത്രാഭരണ ലാഭം, അതുപോലെ രാജബഹുമാനം എന്നൊക്കെ പറയും. മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു പേരും പെരുമയും ഒക്കെ ഉണ്ടാകുക, ആദരിക്കുക, ഇതൊക്കെ തന്നെ ഈ ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആഗസ്റ്റ് 20 മുതൽ ശുക്രൻ 3ാം ഭാവത്തിലേക്ക് മാറും. 3ാം ഭാവത്തിലേക്ക് മാറുമ്പോഴും 3ാം ഭാവം എന്ന് പറയുമ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കർക്കിടകൻ രാശിയാണ്. കർക്കിടകൻ രാശി ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ചന്ദ്രന് ശത്രുതയില്ലെങ്കിലും ശുക്രന് ചില ശത്രുതയൊക്കെ തോന്നാവുന്ന ഒരു ഭാവം കൂടിയാണ്. എന്നാലും ഭൗതിക സുഖത്തിന് യാതൊരു കുറവുമില്ല. മാതാവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം, അല്ലെങ്കിൽ മാതാവിൻ്റെ അഭിപ്രായത്തോട് വലിയ വിലയൊന്നും കൽപ്പിക്കാതെ വരാം. പല കാര്യത്തിലും ഒരു ഇഷ്ടക്കേട് വരാം. അതുപോലെ സംസാര രീതി, അത് ചിലപ്പോൾ പഴയതുപോലെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. സ്വന്തം കടമകളിൽ വലിയ താല്പര്യമൊന്നും കാണിക്കത്തില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ വലിയ താല്പര്യം കാണിക്കുകയും ചെയ്യും. അതായത് സ്വന്തം വീട്ടിൽ വലിയ താല്പര്യം കാണിക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയൊക്കെ കൊടുക്കുമ്പോൾ അതും ചിലപ്പോൾ പ്രശ്നമായിട്ട് വരാം.
ആജ്ഞാസിദ്ധിയും ദ്രവ്യലാഭവും സ്ഥാനപ്രാപ്തിയും വസ്ത്രലാഭവും എല്ലാം തന്നെ ശുക്രൻ നൽകുന്ന ഒരു സ്ഥാനം കൂടിയാണ്. ശുക്രനെ സംബന്ധിച്ച് ഇപ്പം 2-ാം ഭാവത്തിലായാലും 3-ാം ഭാവത്തിലായാലും 4-ാം ഭാവത്തിലായാലും ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് വലിയ കുറവൊന്നും നൽകുന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സെപ്റ്റംബർ 14 മുതൽ ചിങ്ങൻ രാശിയിലേക്ക് മാറും. അപ്പൊ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ 4-ാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. 4-ാം ഭാവം എന്ന് പറയുമ്പോൾ വീട്, വാഹനം, മാതാവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ 4-ാം ഭാവം സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ ഭാവങ്ങളിലെല്ലാം തന്നെ അതിൻ്റെതായ ഫലം ലഭിക്കുകയും ചെയ്യും. ഇപ്പം വീട് മനോഹരമാക്കുക, വീട്ടിൽ വേണ്ടുന്ന സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ച് കൂട്ടുക, അതുപോലെ തന്നെ ഒന്ന് പെയിന്റ് അടിക്കണമെന്ന് തോന്നുക, അല്ലെങ്കിൽ ചില അറ്റകുറ്റപ്പണികളൊക്കെ ഒന്ന് നടത്തണം, കുറെ കൂടെ സൗകര്യം ഉണ്ടാക്കണമെന്ന് തോന്നുക. ഇനി ഏതെങ്കിലും തരത്തിലൊക്കെ വീട് പണിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന് പൂർത്തിയാകാതിരുന്നൊക്കെയാണെങ്കിൽ അതൊക്കെ ഒന്ന് പൂർത്തീകരിക്കാനും ഈ ഓണക്കാലത്ത് താമസിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാകുക. അതുപോലെ സർക്കാർ സംബന്ധമായ ഏതെങ്കിലുമൊക്കെ സഹായം ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുക. പിതാവിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ ഗുണമോ സഹായമോ സാമ്പത്തികമായിട്ടോ അല്ലാതെയോ ഒക്കെ തന്നെ അതും ലഭിക്കാനുള്ള ഒരവസരമുണ്ട്. സർക്കാർ സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ വീട്, വാഹനം എന്നിവയ്ക്ക് ഇതിൻ്റെ ആവശ്യത്തിനൊക്കെ ലോണോ അതുപോലുള്ള സാമ്പത്തിക കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് 4-ൽ സഞ്ചരിക്കുന്നത്. അപ്പം 4-ാം ഭാവത്തിൽ ഈ ചാരവശാൽ 4-ൽ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ അത്ര വലിയ ഗുണമൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞാലും ഇവിടെ ചിങ്ങൻ രാശിയിലെ സൂര്യൻ എന്ന് പറഞ്ഞാൽ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കാനുള്ള ഒരവസരം ഉണ്ടാകാം. സൂര്യൻ ജാതകത്തിൽ അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ച് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം എന്നതിനെയും കൂടി ഞാൻ എടുത്തു പറയുന്നു. ആ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ചില തടസ്സങ്ങളോ അല്ലെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെയാണ് അതിൻ്റെ ഒരു സൂചനയായിട്ട്. ആദിത്യൻ അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ച്, അതുപോലെ പിതാവിൽ നിന്ന് വലിയ ഗുണമൊന്നും ലഭിക്കണമെന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ കുടുംബസ്വത്ത് സംബന്ധിച്ച കാര്യത്തിലും അതുപോലെ എന്തെല്ലാം ഉണ്ടായാലും വീട്ടിൽ ഒരു മനസ്സുകോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ കുറയുന്ന ഒരു തോന്നലും നമുക്ക് വരാം. ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്തോരും ഒരു സുഖമില്ല എന്നൊക്കെ ഉള്ള അതൊക്കെ ഈ 4-ാം ഭാവത്തിലെ ആദിത്യൻ്റെ ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ആദിത്യൻ അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ച്. പിന്നെ ആഗസ്റ്റ് 30 മുതൽ ബുധൻ ചിങ്ങത്തിലാണ് വരുന്നത്. അപ്പം ബന്ധുരാശിയാണ് ചിങ്ങം. അതുകൊണ്ട് തന്നെ ഇപ്പം ആദിത്യനും ബുധനും ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പം ഇവിടെ ബുധനേക്കാൾ കുറച്ചുകൂടി ബലം സൂര്യന് ലഭിക്കും. എന്നാലും ആ നിപുണയോഗം വിദ്യാഭ്യാസ കാര്യത്തിലും അതുപോലെ തൊഴിൽ സംബന്ധമായ കാര്യത്തിലുമൊക്കെ ഗുണം ചെയ്യും എന്നതാണ്. ഇപ്പോൾ ഉപരിപഠനം നടത്തുന്നവർക്കും ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് ഒക്കെ എടുക്കണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു നല്ല സമയം എന്ന് വേണമെങ്കിൽ പറയാം. സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ, ടെസ്റ്റ് എഴുതുന്നവരെ, ഇങ്ങനെയൊക്കെ ഉള്ളവരും അതുപോലെ എൻ്റെ കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഒരു നല്ല സമയം തന്നെയാണ്. സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്കും അത് ഒരു പക്ഷേ പ്രമോഷൻ ടെസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും നല്ല സമയമാണ്. പിന്നെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, 4-ാം ഭാവം എന്ന് പറയുമ്പോൾ നിർമ്മാണ മേഖലയാണ് കൂടുതലും. കാരണം ബിൽഡിങ്ങുകൾ, റോഡ്, പാലം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതുപോലെ 4-ാം ഭാവം എന്ന് പറയുമ്പോൾ വാഹനമാണ്. അപ്പം ഗതാഗത വകുപ്പിൽ ജോലി ചെയ്യുന്നവർ, RTOയുമായിട്ട് ബന്ധപ്പെട്ടവർ, ഇവർക്കും അതുപോലെ പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശി ഭൂമിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ആ റവന്യൂ, അതുപോലെ വനം, ഫോറസ്റ്റ്, ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും വളരെയേറെ ഗുണം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഇനി ഇതൊന്നുമല്ല, കരാർ പണിയാണ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ജോലിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കും പ്രയോജനമാണ്. മറ്റൊന്ന് ബിൽഡേഴ്സ്, കെട്ടിടങ്ങൾ പണിഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവർക്കും നല്ല സമയമാണ്. സെപ്റ്റംബർ 15 മുതൽ ബുധൻ ഉച്ചരാശിയിലേക്ക് മാറും. ഉച്ചരാശി എന്ന് പറയുമ്പോൾ കന്നിരാശി. അങ്ങനെ വരുമ്പോൾ
വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു നല്ല നിലയിലെത്താനുള്ള ഒരു സാഹചര്യം വരും. ഉന്നത പദവി, ഇപ്പൊ സർക്കാർ ജോലിക്കാരാണെങ്കിലും അവർക്കൊരു നല്ല പദവിയിലെത്താനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാം. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ബുധൻ നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമായി ബലവാനായിട്ടൊക്കെ നിൽക്കുന്നവരായിരിക്കണം. ബുദ്ധിയും അറിവും ഏത് കാര്യത്തിലും വിനിയോഗിക്കാനുള്ള ഒരു കഴിവ് അപാരമായിട്ട് തന്നെ ലഭിക്കും. വിദ്യയും അതുവഴി സമ്പത്തും. 5ാം ഭാവമായതുകൊണ്ട് മനസ്സിൽ കൂടുതൽ ഉയരങ്ങളിലെത്തണമെന്ന ചിന്തയുമൊക്കെ ഉണ്ടാവും. 5ാം ഭാവം മനസ്സുകൂടിയാണ്, സന്താനങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ കുട്ടികളുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, ഉപരിപഠനം, അതുപോലെ അവരുടെ തൊഴില്, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ തന്നെ ഏതു വിധത്തിലായാലും ധനസമ്പാദനം നടത്തുകയും അതിനുവേണ്ടി വിനിയോഗിക്കുകയും അല്ലെങ്കിൽ ധനം കണ്ടെത്താനുള്ള വഴിയൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. 5ലും 6ലുമായിട്ട് വരുന്ന ചൊവ്വ ചില മാറ്റങ്ങളെ ഉണ്ടാക്കും. അതും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ചൊവ്വയുടെ കാര്യം എന്ന് പറയുമ്പോൾ തട്ട മുട്ട ക്ഷതം വീഴ്ച അതൊരു ഭാഗം, മറ്റൊന്ന് ധൈര്യം, വീര്യം, പരാക്രമം, അതുപോലെ തന്നെ സാഹസം, അഭിപ്രായ വ്യത്യാസം, പോരാട്ടം, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ആവശ്യമില്ലാത്ത കോപം, ശത്രുത, വാശി, ബുദ്ധിമോശം, അതുപോലെ സന്താന ക്ലേശം, സാഹസ പ്രവൃത്തി, ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇത് പറയുന്നത് നെഗറ്റീവ് എന്ന് വിചാരിക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന. ചൊവ്വ ഇതിനെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. 5ാം ഭാവം മനസ്സാണ്. അപ്പൊ മനസ്സിൽ എന്തെങ്കിലും ആദ്യം തോന്നുമ്പോഴാണല്ലോ നമുക്ക് നല്ലതായാലും ചീത്തയായാലും ഏത് കാര്യമായാലും ചെയ്യണമെന്ന് പെട്ടെന്ന് തോന്നുന്നത്. അപ്പൊ അത് ശത്രുരാശി ആയതുകൊണ്ട് തന്നെ കൂടെ നിന്നവരൊക്കെ ഒരു പക്ഷേ അകന്നു മാറിപ്പോകാനോ അവർക്ക് ഈ സ്വഭാവമൊന്നും ഇഷ്ടപ്പെടാതിരിക്കാനോ ഒക്കെ ഉള്ള സാഹചര്യം വരാം. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയം. ഈ 5ാം ഭാവം എന്ന് പറയുമ്പോൾ സന്താന ഭാവമാണ്. ചൊവ്വായ തട്ടാമുട്ട, ക്ഷതം വീഴ്ച, അതുപോലെ ബ്ലീഡിങ്, ഇങ്ങനെയൊക്കെ മുറിവ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന കാര്യം ആയതുകൊണ്ടാണ് പറഞ്ഞത്. സ്ത്രീകൾ പ്രത്യേകിച്ച് ഗർഭിണികളായിട്ടിരിക്കുന്നവരൊക്കെ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ്. സെപ്റ്റംബർ 13 മുതൽ ചൊവ്വ തുലാം രാശിയിൽ 6ാം ഭാവത്തിലേക്ക് മാറും. 6ാം ഭാവത്തിൽ വരുമ്പോൾ നല്ല ഫലമാണോ എന്ന് ചോദിച്ചാൽ തുലാം രാശി ബിസിനസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ ചിഹ്നം ത്രാശാണ്. അപ്പൊ 6ാം ഭാവത്തിൽ 3, 6, 10, 11 ഭാവത്തിലൊക്കെ ചൊവ്വ വരിക, അത് കുറെ ഗുണമുണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഏത് കാര്യത്തിലും ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാനുള്ള ഒരു പ്രവണതയുണ്ടാകും. അതാണ് ഈ 5ഉം 6ഉം തമ്മിലുള്ള ഒരു വ്യത്യാസം. ശത്രുക്കളുമായി പൊരുതി ജയിക്കുക, ശത്രുക്കളോട് പോരാടി ജയിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു വാശിയൊക്കെ ഉണ്ടാകും. തർക്കങ്ങളൊക്കെ ഉണ്ടാകും. ഈ തർക്കങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ചു പോകാം. അതുപോലെ കേസോ വഴക്കോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഒക്കെ അനുകൂലത്തായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ രമ്യതയിലെത്താനും ചിലപ്പോൾ സഹായിച്ചെന്ന് വരും. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മത്സരബുദ്ധിയോടെ തന്നെ പോകേണ്ടി വരും. കാരണം തുലാം രാശിയാണ്, ശുക്രന്റെ കൂടി രാശിയാണ്. അപ്പം വസ്ത്രം, അതുപോലെ സ്ത്രീകളെ ആകർഷിക്കുന്ന ജോലികൾ, ബിസിനസ്സുകൾ, കരകൗശല വസ്തുക്കൾ, വസ്ത്രം, അതുപോലെ വീട്ടുപകരണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ചൊക്കെ തന്നെ ഏത് രംഗമായാലും ചൊവ്വ നിൽക്കുമ്പോൾ അതെല്ലാം ഒരു കോമ്പറ്റീഷൻ, പ്രത്യേകിച്ച് ഓണക്കാലം കൂടിയാണല്ലോ. അപ്പോൾ ആരാണ് കൂടുതൽ ഓഫർ കൊടുക്കുന്നത് എന്നൊക്കെ നോക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ മത്സരബുദ്ധിയോടെ ചൊവ്വയാണ്. ഒരു കോമ്പറ്റീഷനോടുകൂടി, ഒരു മത്സരബുദ്ധിയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടൊക്കെ വരും. ഭാഗ്യാധിപനും കർമാധിപനുമാണ് ശനി. ലാഭസ്ഥാനത്താണ്, 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ കർമാധിപനായ ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തിക്കാന്ന് പറയുമ്പോൾ തൊഴിൽപരമായ മെച്ചമുണ്ടാകാം, ലാഭമുണ്ടാകാം, അതാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പൊ 11ാം ഭാവാധിപനായ വ്യാഴം കൂടി 2ൽ വരുന്നുണ്ട്. ശത്രുരാശി ആണെങ്കിലും സാമ്പത്തിക ലാഭത്തെ തരും വ്യാഴം. ശത്രുക്കളിൽ നിന്ന് പോലും നമുക്ക് ധനലാഭം ഉണ്ടാക്കി തരുന്ന ഒരു ഭാവം എന്ന് വേണമെങ്കിൽ പറയാം, 2ാം ഭാവത്തിലെ വ്യാഴം. അതുപോലെ തന്നെ 2ാം ഭാവത്തിൽ ആദ്യമൊക്കെ ശുക്രനും വരുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്രതീക്ഷിതമായ ധനലാഭം എന്ന് വേണമെങ്കിൽ പറയാം. 11ാം ഭാവാധിപൻ കൂടി
അല്ല 10ാം ഭാവാധിപൻ കൂടി 11ാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ ലാഭസ്ഥാനത്താണ് വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ അപ്രതീക്ഷിത ധനലാഭം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഒരു ലോട്ടറി എടുത്താൽ എന്തെങ്കിലും 10 പൈസ ചിലപ്പോൾ കിട്ടും. 1ാം സമ്മാനമൊന്നും കിട്ടുമെന്നോ ലോട്ടറി എടുത്ത് നിങ്ങൾ പരിപോഷിപ്പിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയാണെന്നൊന്നും വിചാരിക്കേണ്ട. അപ്രതീക്ഷിതമായിട്ട് ചില ധനലാഭമൊക്കെ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ലെന്ന് വിചാരിച്ചതൊക്കെ ചിലപ്പോൾ കിട്ടാം. അതുപോലെ ചിട്ടിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ യാദൃശ്ചികമായിട്ടൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാം. അതൊക്കെയാണ് പറഞ്ഞ അപ്രതീക്ഷിതമായ ധനലാഭം എന്നൊക്കെ പറയുന്നത്. 10ൽ രാഹു കൂടി നിൽപ്പുണ്ട്, അതുകൂടി നമ്മൾ ഓർക്കണം. അതിനെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ രാഹുവിനെ മറക്കാൻ പറ്റത്തില്ല. രാഹുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കർമ്മസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത്. അപ്പം തൊഴിൽപരമായ ഒരു അതൃപ്തി വരിക എന്ന് പറഞ്ഞാൽ പോരാ, ഇത്രയൊന്നും കിട്ടിയാൽ പോരാ ഈ ജോലിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ, അങ്ങനെയൊക്കെ ഉള്ള ഒരു തോന്നൽ വരും. അതായത് ഒരു സംതൃപ്തിക്കുറവ് വരാം. ഇത് വേറെ എവിടെയെങ്കിലും ആയിരുന്നു ഇതിൽ കൂടുതൽ കാശ് കിട്ടിയാലോ എന്നൊക്കെ ഉള്ള തോന്നൽ വരാം. എന്ന് പറയുമ്പോൾ അത് കുറേ വക്രബുദ്ധിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാവമാണ് ഈ 10ാം ഭാവം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകണം എന്നതാണ്. 10ാം ഭാവത്തിലെ രാഹു അപ്രതീക്ഷിതമായി ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരും. ഏത് വിധത്തിലായാലും കൂടുതൽ ലാഭമൊക്കെ ഉണ്ടാകണമെന്നൊക്കെ ഉള്ള ചിന്ത വരും. അതൊക്കെ ചിലപ്പോൾ പ്രശ്നമായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ കൈക്കൂലി വാങ്ങിക്കും, പാരിതോഷികം വാങ്ങിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളൊക്കെ വരും. അതൊക്കെ ചിലപ്പോൾ അതാണ് പറഞ്ഞത്, കൂടുതൽ ആക്രാന്തം കാണിച്ചാൽ 10ലെ രാഹു ചിലപ്പോൾ പണി തരും. കർമ്മസ്ഥാനമാണ്. കർമ്മസ്ഥാനത്ത് രാഹു വരിക എന്ന് പറഞ്ഞാൽ തൊഴിൽപരമായ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം എന്നതിനെ സൂചിപ്പിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുമ്പം തൊഴിൽപരമായി തന്നെ എടുക്കുമ്പോൾ തന്നെ വേണ്ടാത്ത ചില ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ വന്നുപോകും. അതുമൂലം ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരാം. കാരണം ഇപ്പം കൂടുതൽ കാശ് കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ വഴികൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, നിന്നെ അങ്ങ് ഉടനെ അങ്ങ് ഉയർത്തിക്കളയാം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അടുത്തുകൂടാം. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയേറെ ആലോചിച്ചും കണ്ടും മാത്രം മുന്നോട്ട് പോവുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാഹുവിന് ഉള്ള ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ലഹരി ഉപയോഗം, മദ്യമായിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെ ചിലപ്പോൾ ചില വിഷയങ്ങളും ഒക്കെ ഉണ്ടാക്കാം. കാരണം സുഖം കൂടുമ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അപ്പം അതും ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. കാരണം 10ാം ഭാവമാണ്. ഉള്ള ജോലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ജോലി കൂടിയാണ്. കർമ്മസ്ഥാനത്ത് രാഹു നിൽക്കുമ്പോൾ കർമ്മദോഷം ഉണ്ടാകാം. അതാണ്, അല്ലാതെ നെഗറ്റീവാണ് പറഞ്ഞു വരുന്നതെന്നൊന്നും ചിന്തിക്കേണ്ട. അതുപോലെ കന്നിയിലെ ചൊവ്വായും ചില ദോഷങ്ങളൊക്കെ ഉണ്ടാക്കാം. കന്നിയിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ ഇടവും മിഥുനം കർക്കിടകം ചിങ്ങം കന്നി 5ാം ഭാവമാണ്. വേണ്ടാത്ത കാര്യത്തിലൊക്കെ മനസ്സ് പോവും. ചില വാശിയും വൈരാഗ്യമൊക്കെ വരും, ചില എടുത്തിയാട്ടങ്ങളൊക്കെ വരും, ചില കോപവും ചില പ്രകടനങ്ങളും ഒക്കെ ചിലപ്പോൾ കാണിച്ചെന്ന് വരും. പിന്നെ ഇച്ചിരി വെള്ളം അടിക്കുമോ അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചില വിഷയങ്ങളൊക്കെ വരാം. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും സൂചിപ്പിക്കുന്ന രാഹുവുണ്ട്. അതുപോലെ തന്നെ ചൊവ്വയുണ്ട്. അപ്പം ചൊവ്വയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കന്യരാശിയിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ സ്ത്രീ രാശിയാണ്. അത് ഭദ്രകാളിയെ സൂചിപ്പിക്കുന്നതാണ്. ഭദ്രകാളിക്ക് ചൊവ്വാഴ്ച ദിവസം രക്തപുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ചുവന്ന കുങ്കുമാർച്ചന നടത്തുകയോ ഇങ്ങനെയൊക്കെ ഒരു ചുവന്ന പട്ട് മേടിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചാലും മതി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസമൊക്കെ വരാം. പിന്നെ രാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും 100 പാലും മൈല്യം പൂജയൊക്കെ കഴിക്കുന്നതോ ഉണ്ടെങ്കിൽ അവിടെ ഒരു 100 പാലും ഒക്കെ കഴിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി അതൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ അവിടെ പോയി ഒന്ന് തൊഴുക, അത്യാവശ്യം അവിടത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ സഹകരിക്കുക. പിന്നെ ശിവനെ ഭജിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പുതുവർഷ ആരംഭത്തിൻ്റെ ചിങ്ങമാസം നിങ്ങൾക്കും വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. നമസ്കാരം.